ഹലോ, ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ബിരിയാണി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഒരു 600 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ നല്ലപോലെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് അതിലേക്കൊരു അരമുറി നാരങ്ങാനീരും കൂടെ പുരട്ടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം 1 മണിക്കൂർ. അത് താഴെ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ലേ. ഈ ഒരു ചിക്കൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ബിരിയാണി റെഡിയാക്കാനായിട്ട്. അതിനായിട്ട് 10 വെളുത്തുള്ളി പൊളിച്ചെടുത്തതും 5 പച്ചമുളകും 2 ചെറിയ ഇഞ്ചി കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു പരുവത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. 3 സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരി 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി കഴുകി എടുത്തിട്ടുണ്ട്. കൈമ അരിയാണ്, നിങ്ങൾക്ക് ഏതരി വേണേലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വെച്ചേക്കുന്ന കുക്കർ ഇച്ചിരി വലിപ്പമുള്ള 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ വെച്ചേക്കുന്നത്. എപ്പോഴും വലിപ്പമുള്ള പാത്രം തന്നെ വെക്കണേ, നമ്മൾ ഉപയോഗിക്കുന്ന അരിയേക്കാളും. അതിലേക്ക് 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് 5 ഏലക്കയും 7 ഗ്രാമ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 3 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ ഒരു പരുവത്തിന് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതും തക്കാളിക്കയും കൂടി ഇട്ട് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാവേ. ഇങ്ങനെ ബിരിയാണി വെക്കുന്നത് വളരെ എളുപ്പമാണ്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്, തുടക്കക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. അതും ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനും കൂടി എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കുക. ഇതെല്ലാം ഒന്ന് ഇളക്കി ഒരു പരുവാകുമ്പോൾ ഞാനൊരു 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അരി അളന്ന അതേ ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഉപ്പും കൂടി ഇട്ടു. ഇതിലേക്ക് നെകക്കെ വെള്ളം നിൽക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏതായാലും ഒരു വിസിലടിച്ചാൽ മതി. ഈ ഒരു വിസിൽ ഇട്ട് അതിൽ എയർ പോകുന്നിടം വരെ ഇട്ടതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണവും അടിപൊളി രുചിയുമുള്ള നല്ല സൂപ്പർ ബിരിയാണി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.